നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്ന ആമുഖത്തോടെയാണ് ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ ആരംഭിക്കുന്നത്. മരുഭൂമിയിൽ ഏകാന്തവാസം നടത്താൻ വിധിക്കപ്പെട്ട നജീബിൻ്റെ കഥയാണ് ആടുജീവിതം. ഒരു കെട്ടുകഥ പോലെ ആർക്കും തോന്നാവുന്ന ഈ കഥ ഒരു മനുഷ്യൻ അനുഭവിച്ചു തീർത്തതാണ് എന്നറിയുമ്പോഴാണ് നമ്മളിലൊരു നടുക്കമുണ്ടാകുന്നത്. ആടുജീവിതം ജീവിതത്തിൽ നിന്നും ചീന്തിയെടുത്ത ഒരേടല്ല, ചോര വാർക്കുന്ന ജീവിതം തന്നെയാണ്. ഞാൻ അഖിൽ രാജരത്നം. ആടുജീവിതം എന്ന നോവലിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അധ്യായം കേൾക്കാം. തലേന്നത്തെ ആധികളൊന്നുമില്ലാതെ നല്ല ഉന്മേഷത്തിലാണ് ഞങ്ങളുടെ നടപ്പ്. മരുഭൂമിയുടെ ചൂടിനൊന്നും ഞങ്ങളെ തൊടാൻ കഴിഞ്ഞിട്ടില്ല. എത്രയോ നാളുകളായി ഞങ്ങളിത് നിത്യവും അനുഭവിക്കുന്നു. ഈ ചൂടും ഈ ദാഹവും ഞങ്ങൾക്ക് സാധാരണമാണ്. വർഷങ്ങളോളം മസറയിൽ കഴിഞ്ഞ ഒരുവനെ തോൽപ്പിക്കാൻ മരുഭൂമിക്ക് അത്ര വേഗമൊന്നും സാധ്യമല്ല. മണിസൗധങ്ങളിൽ വസിച്ച് വല്ലപ്പോഴും വിനോദത്തിന് വേണ്ടിയും കൗതുകത്തിന് വേണ്ടിയും മാത്രം മരുഭൂമിയിലേക്ക് ഇറങ്ങുന്നവരാണ് അതിൻ്റെ ചൂടിൽ തളർന്നു ക്ഷീണിച്ചു പോകുന്നത്. മരുഭൂമി അതിന് ശ്രമം തുടങ്ങുമ്പോഴേക്കും ഞങ്ങൾ എത്തേണ്ടടുത്ത് എത്തിയിരിക്കും. ഞങ്ങൾക്കൊപ്പം അല്ലാഹുവുണ്ട്. അപ്പോഴത്തെ ആ വിശ്വാസവും തൻ്റെടവുമായിരുന്നു ആ കറതീർന്ന മരുഭൂമിയിലൂടെ ഞങ്ങൾ നടത്തിയത്. മരുഭൂമിയിലെ ഓരോന്നും കണ്ടും ആസ്വദിച്ചും അറിഞ്ഞുമാണ് ഞങ്ങൾ നടന്നത്. ശരിക്കും ഒരു ഉത്സവത്തിന് പോകുന്ന പ്രതീതി. അത്രയുമേ ആ നടപ്പിന് ഞങ്ങൾക്ക് തോന്നിയുള്ളൂ. ഏറ്റവും ഉത്സാഹത്തിൽ ഹക്കീമായിരുന്നു. ഓരോന്നും എന്താണെന്നും എന്തുകൊണ്ടാണെന്നും എങ്ങനെയാണെന്നും അവൻ അറിയണമായിരുന്നു. ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടെ അവൻ അതൊക്കെ ഇബ്രാഹിമിനോട് ചോദിച്ചുകൊണ്ടിരുന്നു. എല്ലാം അതിൻ്റെ ലാളിത്യത്തിൽ ഇബ്രാഹിം വിവരിച്ചു കൊടുക്കുകയും ചെയ്തു. മരുഭൂമിയെ പറ്റിയുള്ള എൻ്റെ അറിവ് അപാരമായിരുന്നു. അങ്ങനെ നടന്നു കിടന്ന് ഒരിടത്തെത്തിയപ്പോൾ ഞങ്ങൾ ശരിക്കും അതിശയപ്പെട്ടുപോയി. നിരന്തരമായ മണൽക്കാറ്റിലൂടെ മണ്ണ് പറ്റിപ്പറ്റി ഫോസിലായിപ്പോയ ഒരു വനഭൂമിയുടെ താഴ്വരമായിരുന്നു അത്. സങ്കല്പത്തിൽ പോലും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഒരിടം. മരങ്ങളുടെ രൂപത്തിൽ ആ താഴ്വാരം നിറയെ നിരവധി മണൽപുറ്റുകൾ. ഹക്കീം കൗതുകത്തോടെ ആ താഴ്വാരത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിലൊന്ന് തൊട്ടുനോക്കി. അതിൽ നിന്നും മണ്ണടർന്നു വീഴാൻ തുടങ്ങി. എത്ര നൂറ്റാണ്ടിലെ മണൽക്കാറ്റാവും ഈ വനഭൂമിയിലെ വൃക്ഷലതാദികളെ ഇങ്ങനെ മണൽപുറ്റുകളാക്കി തീർത്തിരിക്കുക എന്ന് ഞാൻ അതിശയപ്പെട്ടുപോയി. ഈ മരുഭൂമി അത്രയും നിബിഡവനമായിരുന്ന ഒരു കാലത്തെപ്പറ്റിയും അതിനെ പതിയെ പൊടിക്കാറ്റ് തിന്നു തീർന്നതിനെ പറ്റിയും ഞാൻ പേടിയോടെ ഓർത്തു. അധികം നേരം ഇവിടെ നിൽക്കണ്ട, ഇത് വല്ലാത്ത അപകടം പിടിച്ച ഒരിടമാവാൻ ഇടയുണ്ട്. പ്രതീക്ഷിച്ചിരിക്കാതെയാവും ഇവിടെ പൊടിക്കാറ്റടിക്കുക, പിന്നെ രക്ഷപ്പെട്ടെന്നേ വരില്ല, ഇബ്രാഹിം പറഞ്ഞു. പിന്നെ ഞങ്ങളൊരു 10 ചുവട് നടന്നില്ല. പെട്ടെന്ന് കൺമുന്നിൽ എന്തോ ഒരു ചലനം പ്രത്യക്ഷപ്പെട്ടു. വെള്ളം കാട്ടി കൊതിപ്പിക്കുന്ന മരീചികയാണെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെന്തോ ഒരു ശീൽക്കാര ശബ്ദം കേട്ടു. ഇബ്രാഹിം പറഞ്ഞതുപോലെ മണൽക്കാറ്റാണോ എന്നും സംശയിച്ചു. കണ്ണു വിരിച്ചു നോക്കിയപ്പോൾ കാറ്റത്ത് തലയാട്ടി നിൽക്കുന്ന പൂന്തോട്ടം പോലെ എന്തോ ഒന്ന് കൺമുന്നിൽ ആടിക്കളിക്കുന്നു. തന്നെയുമല്ല, അത് പതിയെ മുന്നോട്ട് നീങ്ങുകയുമാണ്. ഇബ്രാഹിം ഭീതി കൊണ്ട് ഞരങ്ങി. പാമ്പുകൾ. അപ്പോഴാണ് ശരിക്കും കാണുന്നത്. തലയാട്ടി തലയാട്ടി മുന്നോട്ട് നീങ്ങി വരുന്ന ഒരു കൂട്ടം പാമ്പുകളാണ്. ഒന്നും രണ്ടുമല്ല, ഒരുപക്ഷെ 500 1000 പാമ്പുകൾ ഒന്നിച്ച്. ഞാൻ ഒരിക്കലും കാണുകയോ സങ്കല്പിക്കുകയോ ചെയ്യാത്ത മറ്റൊരു കാഴ്ച. ഒരു വലിയ സൈന്യത്തിന്റെ പടപ്പുറപ്പാട് പോലെ മരുഭൂമിയിലെ പൊടി ഇളക്കിമറിച്ചാണ് അവയുടെ വരവ്. മുന്നിൽ സൈന്യാധിപനെ പോലെ ഒരു നെടുവിരിയൻ തല ഉയർത്തിപ്പിടിച്ച്, പിന്നാലെ മറ്റനേകം ഭടന്മാർ. മണലിൽ തലപൂഴ്ത്തി അനങ്ങാതെ കിടന്നോളൂ, മറ്റൊന്നും ചെയ്യാൻ നമുക്കില്ല, ഇബ്രാഹിം പറഞ്ഞു. ഞങ്ങൾ ഒട്ടകപക്ഷികളെ പോലെ മണലിൽ തല താഴ്ത്തി വെച്ച് അനങ്ങാതെ കിടന്നു. അല്പം കഴിഞ്ഞപ്പോൾ ശീൽക്കാരം പതിയെ പതിയെ ഞങ്ങളെ സമീപിച്ചു. പേടികൊണ്ട് എൻ്റെ ശരീരം ശരിക്കും വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ ആയിരത്തിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പല്ല് എൻ്റെ ദേഹത്ത് എവിടെയെങ്കിലും ഒന്ന് പൂളിയാൽ പിന്നെ 10 നിമിഷങ്ങൾ മതി എല്ലാം അവസാനിക്കാൻ. മനസ്സിൽ അത്യുച്ചത്തിൽ അള്ളാഹുവിനെ വിളിച്ചു കിടന്നു. അവൻ ഞങ്ങളുടെ മുകളിലൂടെ എഴിഞ്ഞെഴിഞ്ഞ് മുന്നോട്ട് പോയി. ഓരോന്ന് സ്പർശിക്കുമ്പോഴും ഒരു തീക്കൊള്ളി കൊണ്ട് തുറന്നത് പോലെ എൻ്റെ ദേഹം പൊള്ളി. അവ എല്ലാം കടന്നുപോയി എന്ന് ഉറപ്പായപ്പോൾ ഞങ്ങൾ പതിയെ തല പൊന്തിച്ചു നോക്കി. ഞങ്ങളുടെ ശരീരത്തിലെ വിവസ്ത്രമായ ഇടങ്ങളിലെല്ലാം ചാട്ടം കൊണ്ട് അടിച്ചതുപോലെ തിണർത്തു പൊന്തിയിരുന്നു. മരുഭൂമിയിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഈ മരുഭൂമി ഒരു വെറും മരുഭൂമിയല്ലെന്ന് നിങ്ങൾ വേഗം അതിശയപ്പെട്ടേക്കും. മരുഭൂമി ഒരു കാടാണ്. ജീവജാലങ്ങളുടെ വലിയൊരു ആവാസ വ്യവസ്ഥ നിങ്ങൾക്കിവിടെ കണ്ടെത്താൻ കഴിയും. പാമ്പുകൾ, പഴുതാരകൾ, പല്ലികൾ, ചിലന്തികൾ, പൂമ്പാറ്റകൾ, കഴുകന്മാർ, ചെന്നായകൾ, മുയലുകൾ, കീരികൾ, അങ്ങനെ എന്തെല്ലാം. അവയ്ക്കെല്ലാം അവയുടെ സ്വന്തം വഴികൾ, സ്വന്തം പട്ടണങ്ങൾ, സ്വന്തം നിയമങ്ങൾ, സ്വന്തം രാജ്യങ്ങൾ. മനുഷ്യനും അവൻ്റെ നിയമങ്ങൾക്കും ജീവിതത്തിനും ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. മനുഷ്യൻ്റെ അതിരുകൾക്കും അവ വില കൽപ്പിക്കുന്നില്ല. അവരാണ് ഈ മരുഭൂമിയുടെ അവകാശികൾ. അള്ളാഹു അവർക്കായി പതിച്ചു കൊടുത്തതാണ് ഈ ഭൂമി. അവരെ അവിടെ ജീവിക്കാൻ വേണ്ടി ജനിപ്പിച്ചു വിട്ടിരിക്കുന്നു. ഞാനോ അവിടെ അനധികൃതമായി കടന്നു ചെന്നവൻ. എൻ്റെ ശരീരത്തിനേറ്റ ചെറിയ തണുപ്പുകൾ അവയുടെ ചെറിയ ശിക്ഷകൾ മാത്രം. പകൽ അത്ര പ്രശ്നമൊന്നുമില്ല. രാത്രിയാണ് ഏറെ സൂക്ഷിക്കേണ്ടത്. എവിടെയെങ്കിലും പൊത്തുകളിൽ ഒളിഞ്ഞിരിക്കുന്നവയെല്ലാം രാത്രി ഇരപിടിക്കാൻ പുറത്തിറങ്ങും. പാമ്പുകളാവട്ടെ ഉഗ്രവിഷമുള്ളവ. അതുതന്നെ 50-ൽ പരം തരമുണ്ട്. മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ പൊഴിഞ്ഞുകിടക്കുന്ന എത്ര പടങ്ങൾ ഞങ്ങൾ കണ്ടെത്തും. ഓരോന്നും കയ്യിലെടുത്ത് ഇബ്രാഹിം അത് ഏത് പാമ്പിൻ്റേതെന്നും കൃത്യമായി പറയും. ആ പാമ്പ് കടിച്ചാൽ എത്ര സെക്കൻഡുകൾക്കുള്ളിൽ മരിക്കുമെന്ന്. എന്തിന്? മരുഭൂമിയിലെ ഒരു ചിലന്തിയുടെയോ പഴുതാരയുടെയോ കടിയേറ്റാൽ മതി ചാകാൻ.
മരുഭൂമിയിലും ആമകളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? കടലാമകളുടെ അത്രയും വലിപ്പമില്ലെങ്കിലും സാമാന്യം വലിപ്പമുള്ളവ. ഏറെ ചൂടില്ലാത്ത നേരത്താണ് അവ പുറത്തിറങ്ങുക. 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ആമകളുടെ ശരീരത്തിൽ 40% വെള്ളമാണ്. നമ്മൾ മരുഭൂമിയിലെ കപ്പൽ എന്ന് വിളിക്കുന്ന ഒട്ടകങ്ങൾക്ക് പോലും 3 ദിവസം കൂടുമ്പോൾ വെള്ളം കുടിക്കേണ്ടി വരുന്നു. എന്നാൽ 6 മാസത്തേക്ക് വേണ്ട വെള്ളം ശേഖരിച്ചു വെക്കാനുള്ള കഴിവാണ് ആമകളുടെ മരുഭൂമിയിലെ കരുത്ത്. ഞാൻ മരുഭൂമിയിൽ കാണാൻ ആഗ്രഹിച്ചതും കാണാൻ കഴിയാതെ പോയതുമായ ഒരു ജീവി ഒട്ടകപ്പക്ഷിയാണ്. അത് മരുഭൂമിയിൽ തലപൊഴുത്തി നിൽക്കുന്ന കാഴ്ച എനിക്കിന്നും ഒരു സ്വപ്നം മാത്രമാണ്. 25 കിലോമീറ്റർ വേഗത്തിലോടുന്ന ഒട്ടകത്തിന്റെ പള്ളയിൽ പറ്റിപ്പിടിച്ചിരുന്ന് അതിന്റെ വയറ് മുഴുവൻ കാർന്നു തിന്നും ഒരു അത്താഴ പാത്രത്തിന്റെ അത്രയും വലിപ്പമുണ്ട് എന്നൊക്കെയാണ് ഞാൻ ഒട്ടക ചിലന്തികളെ കുറിച്ച് കേട്ടിട്ടുള്ള കഥകളൊക്കെ വെറും അതിശോക്തി എന്ന് കണ്ടപ്പോൾ മനസ്സിലായി. ഞങ്ങൾ മരുഭൂമിയിലൂടെ കാല് വലിച്ചു നടക്കുമ്പോൾ ഇബ്രാഹിമാണ് എനിക്കിത് കാട്ടിത്തന്നത്. ഇത്ര ചെറുതോ വല്ല കുഞ്ഞുങ്ങളുമായിരിക്കുമെന്ന് കുഞ്ഞു ഡിനോസറുകളെ മനസ്സിൽ സങ്കല്പിച്ചു ഞാൻ അതിശയപ്പെട്ടു. ഇബ്രാഹിം ചിരിച്ചു. വെറുതെ പാവത്തിനെ പറ്റി ആരോ മെനഞ്ഞുണ്ടാക്കിയ കള്ളക്കഥകൾ. ഒട്ടകത്തിനെ പോലെ കടുത്ത മരുഭൂമിയിലാണ് ഇതിൻ്റെയും ധീരത നിറഞ്ഞ ജീവിതം എന്നതൊഴിച്ചാൽ മറ്റെല്ലാം അതിശോക്തികൾ. മരുഭൂമിയിൽ ഞങ്ങൾ കണ്ട മറ്റൊരു അത്ഭുതം പറക്കുന്ന ഓന്തുകളാണ്. ഉച്ചവെയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് കൺമുന്നിലൂടെ എന്തോ ഒരു സുവർണ്ണ നിറം മിന്നിമായുന്നതുപോലെ കാണാം. ജിന്നുകളെ പോലെയോ ഭൂതങ്ങളെ പോലെയോ ആണവ. എവിടേക്കെന്നറിയില്ല. പെട്ടെന്നവ അപ്രത്യക്ഷമാവും. ചൂടിറങ്ങി ജലം പറ്റി ക്ഷീണം തൂങ്ങിയ കണ്ണുകളുടെ മായക്കാഴ്ചകളാണോ വെളിച്ചത്തിന്റെ ആധിക്യം കൊണ്ടുള്ള പിരിപിരിപ്പുകളാണോ എന്നൊക്കെ സംശയമുണ്ടായിരുന്നു. പെട്ടെന്ന് മണലിൽ എവിടെയെങ്കിലും അവ പ്രത്യക്ഷമാകും. പേടിച്ചരണ്ട പോലെ കണ്ണുകൾ ഇടത്തോട്ടും വലത്തോട്ടും വെട്ടിച്ചു നമ്മെ വീഴ്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ആ കാഴ്ച കുറെ ദൂരത്തേക്ക് പറന്നു ചെല്ലുന്നത് കാണാം. ശരിക്കും പിന്നിൽ നിന്ന് ആരോ കല്ലെടുത്തെറിഞ്ഞാണെന്നാണ് തോന്നുക. പലവട്ടം ആ വിചാരത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടുമുണ്ട്. മണൽ മടക്കിൽ എവിടെ നിന്നെങ്കിലും ചാടിച്ചേറി ഒരു പറക്കലാണ്. അപ്പോഴൊന്നും അത് ഓന്തായിരിക്കുമെന്ന് നനച്ചില്ല. പിന്നെ എപ്പോഴോ ഒരു മണൽക്കൂലയ്ക്ക് മുകളിൽ കയറിയപ്പോൾ അതിന്റെ തലഭാഗത്ത് അവ പറന്നു കളിക്കുകയാണ്. സുവർണ്ണ നിറങ്ങളുടെ ചാടിക്കളി കണ്ടാൽ ഒരു മരച്ചില്ലയിൽ ചാടിക്കളിക്കുന്ന അടയ്ക്കാക്കുരുവികളാണെന്നേ തോന്നും. ഒരു 10-100 ആ മണൽ തടാകത്തിൽ കിടന്നു ചാടി മതിക്കുകയാണ്. അവയ്ക്ക് ചിറകുകളുണ്ടോ അതോ വെറും കാലുകൾ കൊണ്ടാണോ പറക്കുന്നത് എന്നൊക്കെ അറിയാൻ പിടിച്ചു നോക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ പിടിക്കാൻ പോയിട്ട് അടുത്തൊന്ന് കാണാൻ പോലും ഒന്നിനെയും എനിക്ക് കിട്ടിയില്ല. അത്ര വേഗത്തിലാണ് അവയുടെ പറക്കലും മണ്ണിനടിയിലേക്കുള്ള നൂണുപോകലും. ഈ ഓന്തുകൾ ഒരിക്കലും വെള്ളം കുടിക്കാറില്ലത്രേ. ഇബ്രാഹിം ഖാദ്രിയുടെ അറിവാണ്. ഓന്തുകളെ എൻ്റെ യാതന നിറഞ്ഞ ഈ യാത്രയുടെ ഒരു നിമിഷത്തെ മനോഹരമായ കാഴ്ച കൊണ്ട് സന്തോഷിപ്പിച്ച സുവർണ ഓന്തുകളെ, നിങ്ങൾക്ക് വെള്ളം കുടിക്കാതെ ഒരു ജന്മം മുഴുവൻ ജീവിച്ചു തീർക്കാൻ കഴിയുമെങ്കിൽ അതിലൊരല്പം ജീവിതം എനിക്കും തരണേ. എൻ്റെ ഈ യാത്ര എവിടെയെങ്കിലും ഒന്ന് പൂർത്തിയാക്കും വരെയെങ്കിലും. ഉച്ച മയങ്ങിയതും പൊടി പിടിച്ചതുമായി. ഒരു 10 വാരയ്ക്കപ്പുറം ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ. അത് പിന്നീടുള്ള ഞങ്ങളുടെ നടത്തം കൂടുതൽ ദുഷ്കരമാക്കി. എന്നിട്ടും ഞങ്ങൾ നടന്നു. ആകാശം വെയിലല്ല തീയാണ് പെയ്യ്ക്കുന്നതെന്ന് തോന്നിപ്പോയി. ചൂടേറുന്നതിനനുസരിച്ച് ഞങ്ങളുടെ ശരീരം പതിയെ വാടിത്തുടങ്ങി. കാലത്ത് നടത്തം തുടങ്ങിയപ്പോഴുണ്ടായിരുന്ന ഉത്സാഹമൊക്കെ പതിയെ അപ്രത്യക്ഷമായി. എന്നാൽ അപ്പോഴൊക്കെ ഇബ്രാഹിം ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ചിലപ്പോൾ 1 മൈൽ, അപ്പോഴേക്കും ഞങ്ങളൊരു ഹൈവേയിലെത്തിയിരിക്കും. പ്രതീക്ഷയാണല്ലോ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. ഞങ്ങൾ നടന്നു. പക്ഷെ കൺമുന്നിൽ പിന്നെയും മരുഭൂമി മാത്രം. മണൽ 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 മാത്രം. അങ്ങനെ ആ നടത്തം അപരാഹ്നവും മധ്യാഹ്നവും പിന്നിട്ട് സായാഹ്നമായി. എന്നിട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചതെന്തോ അതുമാത്രം കണ്ടില്ല. ഞങ്ങൾക്ക് മുകളിലൂടെ എഴിഞ്ഞെഴിഞ്ഞു പടിഞ്ഞാറ് നീങ്ങിയ സൂര്യൻ ഞങ്ങളെ മരുഭൂമിയിൽ തനിച്ചാക്കി ഒറ്റയ്ക്ക് ചക്രവാളത്തിന്റെ സ്വപ്നങ്ങളിലേക്ക് താഴ്ന്നുപോയി. നാവിൽ ഒരിറ്റു വെള്ളം പോലും വീഴാത്ത ഒരു മുഴുപകലിനു ശേഷം രാത്രി വന്നെത്തി. ഞങ്ങൾ കിതച്ചും തളർന്നും മണലിലിരുന്നു. ഒരു പകൽ മുഴുവൻ നടന്നിട്ടും എവിടെയും എത്താത്തതിൻ്റെ സങ്കടത്തിൽ ഞാൻ കരഞ്ഞുപോയി. ഹക്കീമും എനിക്കൊപ്പം ആ കരച്ചിൽ പങ്കുചേർന്നു. ഇവിടെ എത്തിയ ആദ്യ ദിവസങ്ങളിൽ എന്തായാലും മരുഭൂമിയിലെത്തി. എന്നാൽ പിന്നെ ഇത്തിരി കാണാൻ കൊള്ളാവുന്ന നല്ല മരുഭൂമിയിൽ ജീവിക്കാനായെങ്കിൽ, കടൽ പോലെ മണൽ നിറഞ്ഞു കിടക്കുന്ന മരുഭൂമി കാണാനായെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ ഒരു ദിവസം കൊണ്ട് മരുഭൂമി ഞങ്ങളെ ശരിക്കും പേടിപ്പിച്ചിരിക്കുന്നു. മരുഭൂമി മുറിച്ചു കടക്കേണ്ടി വരുന്നവരുടെ ഒത്തിരി കഥകൾ നാം എപ്പോഴൊക്കെയോ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അവർ നേരിട്ടിട്ടുള്ള സാഹസങ്ങൾ വായിച്ചു നാം കോരിത്തരിച്ചിട്ടുണ്ട്. എന്നാൽ അവർക്കൊക്കെ നല്ല കരുത്തുള്ള ഒട്ടകങ്ങളുടെ നടപ്പു സഹായമുണ്ടായിരുന്നു. മരുഭൂമിയെ സ്വന്തം കൈവെള്ളയിലെ വരകൾ പോലെ അറിയാവുന്ന ബതുക്കൾ അവർക്ക് സഹായത്തിനുണ്ടായിരുന്നു. അവരുടെ ഭാണ്ഡങ്ങൾ നിറയെ ആഹാരവും അവരുടെ തുകൽ സഞ്ചികൾ നിറയെ വെള്ളവും ഉണ്ടായിരുന്നു. അതൊന്നുമില്ലാതെ ഈ മരുഭൂമി മുറിച്ചു കടക്കാൻ ശ്രമിച്ചവരൊക്കെ സ്വന്തം അനുഭവകഥ പറയാൻ ബാക്കി നിൽക്കാതെ ഈ മണലിൽ കൊഴിഞ്ഞു വീണ് ഇല്ലാതായിട്ടുണ്ടാവണം. അതുപോലെ തന്നെയാണോ അല്ല ഞങ്ങളും? കൗതുകത്തിനും മരുഭൂമി തേടിയിറങ്ങിയവരല്ല ഞങ്ങൾ. പരീക്ഷണത്തിനുമായിരുന്നില്ല. ജീവിച്ചിരിക്കുവാൻ, ഞങ്ങളെ സ്നേഹിക്കുന്നവരുടെ പ്രിയപ്പെട്ട മുഖങ്ങൾ ഒരിക്കൽ കൂടി കാണുവാൻ, ഞങ്ങളിലോർത്ത് അവരുടെ കവളിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ ഒന്നൊപ്പുവാൻ. അതിനുവേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ അബദ്ധത്തിലാണ് ഞങ്ങളിവിടെ എത്തിപ്പെട്ടു പോയത്. അല്ലാ, നീ മാത്രം, നിന്റെ മാത്രം ബലം, നിന്റെ മാത്രം വഴി, നിന്റെ മാത്രം സുരക്ഷിതത്വം. അല്ലാ, നീ ഞങ്ങളെ ഈ മരുഭൂമിയിലിട്ട് ചുട്ടുകൊല്ലരുതേ.